ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു j&mmallusvlogz. ഇന്നിപ്പോൾ ഞാൻ നമ്മുടെ ഗാർഡൻ്റെ ഒരു അപ്ഡേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഗാർഡനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഒത്തിരി സാധനങ്ങളൊക്കെ കാച്ചിട്ടുണ്ട്. എല്ലാം തന്നെ വിളവെടുക്കാറായിട്ടുണ്ട്. മിക്കതും തന്നെ വിളവെടുക്കാറായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പരുവം നിൽക്കുന്ന എൻ്റെ ഗാർഡനാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് ആ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പാണ് ഇത് കാണുന്നത്. നമ്മളതുകൊണ്ടോ നമുക്ക് കിട്ടിയ ബീൻസാണ്, ഇന്ന് പറിച്ച ബീൻസാണ്. നമ്മളിത് ഫസ്റ്റ് വർക്കിലാണിത്. നമ്മൾ ഈ സീസണിലെ ആദ്യത്തെ വിളവെടുപ്പാണിത്. അത്രയും ബീൻസ് കിട്ടി നമുക്ക്. ഒരു അരക്കിലോയ്ക്ക് മുകളിലുള്ള ബീൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതുപോലെ കുറച്ച് തക്കാളി കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഞാൻ 2-3 തക്കാളി മുമ്പ് പറിച്ചതായിരുന്നു. അത് കുറച്ച് മുളകുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗ്രേപ്സ് പറിച്ചത് ഞാൻ ഇനി പറിച്ചെടുത്തു ഇങ്ങോട്ടേക്ക്. ഈ സീസണിലെ ആദ്യത്തെ ഗ്രേപ്സാണിത് കിട്ടിയത് നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ കണ്ടോ മത്തയുടെ പൂവ് ഉണ്ടോ, മത്തയുടെ പൂവ് തോരൻ വയ്ക്കാൻ നല്ല ബെസ്റ്റ് സാധനമാണ് അത്. മത്തയുടെ പൂവ് തോരൻ വയ്ക്കുന്നത് കായ ഉണ്ടാകാത്ത മത്തയുടെ പൂവാണിത്. അത് പറിച്ചെടുത്തു. നമുക്ക് തോരൻ വയ്ക്കാൻ നല്ല അടിപൊളി സാധനമാണ് അത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് എന്ന് പറഞ്ഞത്. നമ്മുടെ ഈ സീസണിലെ ആദ്യത്തെ വിളവെടുപ്പാണിത്. കണ്ടോ, വഴുതനയിൽ വഴുതന പൂവിട്ടിട്ട് പതുക്കെ കാച്ചു തുടങ്ങിയിട്ടുണ്ട് വഴുതന. ഇവിടെ ഇതുണ്ടോ തക്കാളിയൊക്കെ ഇങ്ങനെ കാച്ചു കിടപ്പിട്ട് എല്ലാം തന്നെ. ഇതിനിടയ്ക്ക് ഞാൻ 1-2 കുക്കുംബറൊക്കെ ഞാൻ പറിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇവിടെ നമ്മുടെ വിൻ്റർ സ്ക്വാഷ് കാച്ചെടുപ്പുണ്ട് ഇവിടെ. വിൻ്റർ സ്ക്വാഷാണിത്. തക്കാളിയൊക്കെ എല്ലാം തന്നെ നിറച്ച് കാച്ചെടുക്കുക. തക്കാളിയെല്ലാം അടിയിലോട്ടാന്ന് മാത്രം എല്ലാം ഇങ്ങനെ കാച്ചെടുക്കുന്നത്. അതുപോലെ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങാണിത്. ഉരുളക്കിഴങ്ങ് ഒരു കുറച്ചും കൂടെ കഴിഞ്ഞ് നമുക്ക് ഉരുളക്കിഴങ്ങ് പറിക്കാറാവും നമുക്ക്. ഇത് നമ്മുടെ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ ചോളം ഉണ്ടായി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അല്ലാത്ത മത്തങ്ങയാണ്, നമ്മുടെ നാട്ടിലെ മത്തങ്ങയില്ലേ, ആ മത്തങ്ങ ഉണ്ടായി വന്നിട്ടാണ്. ഇതിവിടെ വാട്ടർ മെലോൺ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. വാട്ടർ മെലോണ് ഇത് നമ്മുടെ വഴുതനയാണിത് നിൽക്കുന്നതെല്ലാം. നമ്മുടെ മത്തങ്ങ അങ്ങ് പടർന്ന് കയറി, ഗാർഡൻ നിറച്ച് പടർന്ന് കയറിക്കൊണ്ടിരിക്കുക മത്തങ്ങ. ഇവിടെ നമ്മുടെ തക്കാളി ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് താങ്ങാൻ കഴിയാതെ വീണ് കിടക്കുക അവിടെ നിലത്ത്. തക്കാളി കാച്ചെടുക്കുന്നതിൻ്റെ വെയിറ്റ് കാരണം താഴെ വീണ് കിടക്കുക. തക്കാളിയിലെ പഴുത്ത് കിടപ്പുണ്ട്, പറിക്കാറായിട്ടുണ്ട് എല്ലാം തന്നെ. ഇത് നമ്മുടെ വേറൊരു ചോളമാണിത്. ഇത് തക്കാളിയാണിത്. നമ്മുടെ ബീൻസ് എല്ലാം ആണെങ്കിൽ നല്ലതായിട്ട് എല്ലാം തന്നെ പറിക്കാറായിട്ടുണ്ട്. ബീൻസ് കാച്ചെടുക്കുന്നത്. ബീൻസ് എല്ലാം കാച്ചെടുപ്പുണ്ട് കണ്ടോ. ഇതെല്ലാം ബീൻസ് ഇടയ്ക്കിടെ കാച്ചെടുപ്പുണ്ട് ബീൻസ്.
അതുപോലെ നമ്മുടെ ബ്രൊക്കോളി ഇങ്ങനെ പതുക്കെ ഇത് ബ്രൊക്കോളി അല്ല കോളിഫ്ലവർ പതുക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. കോളിഫ്ലവർ ഉണ്ടായി വരുന്നുണ്ടോ? കോളിഫ്ലവർ ഉണ്ടായി വരുന്നുണ്ട്. കേട്ടോ തക്കാളിക്ക് ഈ തക്കാളി നിറച്ച്, ഇത് വേറൊരു ടൈപ്പ് തക്കാളിയാണിത്. ഇതിൽ നിറച്ച് കാച്ചെടുക്കുക. അതുപോലെ നമ്മുടെ കുക്കുംബർ ഉണ്ടായി വരുന്നുണ്ട്. കുക്കുംബർ ഞാൻ ഇതിനിടയ്ക്ക് 1-2 പറിച്ചായിരുന്നു. കുക്കുംബർ പല ടൈപ്പ് കുക്കുംബർ ഉണ്ട്. ഇതൊരു ടൈപ്പ് കുക്കുംബറാണ്. നമുക്ക് വേറെ ടൈപ്പ് കുക്കുംബർ കൂടെ നമുക്കുണ്ട് ഇവിടെ. നമ്മുടെ ക്യാപ്സിക്കാണിത്. ക്യാപ്സിക്ക ഉണ്ടായി കിടക്കുന്നത്. ഇത് വേറെ ടൈപ്പ് കുക്കുംബറാണ്. നീളത്തിലുള്ള കുക്കുംബർ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തോടെയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഇല മൂടി കിടക്കുന്ന കാരണം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ മുളക്, നമ്മുടെ നാട്ടിലെ നീളം മുളകാണ് കിടക്കുന്നത്. വെള്ളിരിക്ക ചെറുതായിട്ടുണ്ടായി വരുന്നുണ്ട് അവിടെ. ഇനി നമുക്കിവിടെ വേറെ സവോളയൊക്കെ ഉണ്ട് ഇവിടെ. ഇത് മത്തങ്ങയാണ്. മത്തങ്ങ ഉണ്ടായി വരുന്നതാണിത്. ഇത് നമ്മുടെ ഇതാണ് നമ്മുടെ സവോള ഉണ്ടായി വന്നേക്കാണിത്. സവോളയും ബീറ്റ്റൂട്ടും എല്ലാം അതിൻ്റെ ഇടയ്ക്കിടെ എല്ലാം ഉണ്ടായി വരുന്നുണ്ട്. വഴുതന ഇവിടെ നിരക്കി ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. വഴുതന ഇത് നമ്മുടെ ബീറ്റ്റൂട്ടുകളാണിത്. ബീറ്റ്റൂട്ട് അതുപോലെ ഇത് ക്യാരറ്റ് ഉണ്ടായി വരുന്നുണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ ഗാർഡൻ. ശരിക്കും നമുക്കിവിടെ ബീറ്റ്റൂട്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, സവോളയുണ്ട്, മത്തങ്ങയുണ്ട്, വിൻ്റർ സ്ക്വാഷ് ഉണ്ട്, വഴുതനങ്ങയുണ്ട്, ബ്രൊക്കോളി ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ഗ്രീൻ ഒനിയൻ ഉണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ നമ്മുടെ തണ്ണിമത്തങ്ങയുണ്ട്, നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ നമ്മുടെ ചെറി ഉണ്ടോ, ചെറിയ പൊട്ട നമ്മുടെ മുന്തിരി പഴുത്ത് കിടപ്പുണ്ട് ഇവിടെ. മുന്തിരി അതിനകത്ത് പഴുത്ത് എല്ലാം തന്നെ പഴുത്ത് തുടങ്ങി. മുന്തിരി ഉണ്ടോ, മുന്തിരി എല്ലാം പഴുത്ത് കിടക്കുക. അങ്ങനെ ഇതവിടെ ഗ്രീൻ ഒനിയനാണ്. ഗ്രീൻ ഒനിയൻ ഉണ്ടായിരിക്കണുണ്ടോ? ഇത് നമ്മുടെ പുതിനയിലയാണത്. പുതിന ഉണ്ടായി വന്നേക്കാണ്. ഞാനവിടെ ഇത് ഒരു ചട്ടി നിറഞ്ഞിട്ട് ഞാൻ വേറെ ചട്ടിക്കകത്ത് മാറ്റി കുഴിച്ചിട്ടുണ്ട് കേട്ടോ. പുതിനയാണ്. പിന്നെ നമുക്കിവിടെ മല്ലി നിൽപ്പുണ്ട്. മല്ലിയില നിൽപ്പുണ്ട്. ഞാൻ ഒരു ട്രിപ്പ് കട്ട് ചെയ്തെടുത്താണ് ഈ മല്ലിയില. അത് മല്ലി പൂത്ത് തുടങ്ങിയപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രീസറിനകത്ത് വെച്ചേക്കുക, ഫ്രീസ് ചെയ്ത് വെച്ചേക്കുക മല്ലിയില.
കുറേ നാൾ ഇരിക്കും. അപ്പോൾ മല്ലിയില ഫ്രീസ് ചെയ്തിട്ട് ഇതിൻ്റെ ഡക്കിൻ്റെ മേളിലുള്ള കൃഷിയാണിത്. തക്കാളിയാണ് ഇവിടെ മൊത്തം. തക്കാളി, മല്ലിയിലയും പിന്നെ പുതിനയിലയൊക്കെയാണ്. പിന്നെ മിൻറ്റ് ലീവ്സ് ഇല്ലേ, ഇതാണ് നമ്മുടെ ഡക്കയിലെ കൃഷി എന്ന് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഗാർഡനിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ കൃഷിയെ ഇഷ്ടപ്പെടുന്ന, കൃഷിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നമ്മൾ ഇത്തവണ മഴ വളരെ കുറവായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ കൃഷിയെല്ലാം നമ്മളിതുപോലെ ആക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം നിങ്ങൾക്ക്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നോളം വരെ ബൈ ബൈ.